ഹലോ ഗേസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറച്ച് പരൽ മേടിച്ചായിരുന്നു ഗേസ്. ഇന്ന് പരൽ ഫ്രൈ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫ്രൈ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ നമുക്ക് പരലിന് ചേർക്കാൻ പറ്റിയ പാകത്തിന് മസാലയും കാര്യങ്ങളൊക്കെ. മുളക് പൊടിയുണ്ട്. മുളക് പൊടി പാകത്തിന് ഏകദേശം 1 സ്പൂൺ കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ ഏകദേശം മതിയാവും. ശകലം കൂടെ എടുത്തേക്കാം, ഒരു ടേസ്റ്റിന് മതി. അതുപോലെ മല്ലിപ്പൊടി അതുപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടേക്കാം. ഉപ്പ് 1 സ്പൂൺ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടേക്കാം. പിന്നെ വേണ്ടത് ഏറ്റവും മെയിൻ ഈ സാധനമാണ്, നല്ല കുരുമുളക് പൊടി ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ശകലം കൂടെ ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ. നാരങ്ങയില്ലാതെ എന്ത് മസാല കൂട്ടാം. എടുക്കുക, നല്ല പിഴിയോണ്ട് പിഴിയുക. അതിൻ്റെ നല്ല നീരൊക്കെ ഇട്ടി സത്തൊക്കെ ഇറങ്ങി നല്ല സെറ്റാവും. ഒന്നുകൂടെ 2 ഒക്കെ ഗീസ് സെറ്റായിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കുക. മാക്സിമം എത്രത്തോളം നന്നായിട്ട് ഇളക്കാവോ അത്രത്തോളം. ഒരു റൈസിന് ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കാം. നൈസിന് കിട്ടാൻ വേണ്ടി. മസാലയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഗീസ്. മസാല ഓക്കെ. ഇനി ഓരോ മീനും നമുക്ക് ഇതിനകത്ത് എടുത്ത് കേട്ടോ. പരല് പൂവാലിപ്പരല് പരൽ വരട്ടാൻ പോണ ഗീസ്. മീനിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ മസാലയൊക്കെ പെരട്ടി നല്ല സെറ്റാക്കണം ഗീസ്. എന്നാലേ ഇത് നല്ല സെറ്റാകത്തുള്ളൂ. എല്ലാം അതുപോലെ തന്നെ ഗീസ്, എല്ലാ മീനും അതേപോലെ തന്നെ നല്ലപോലെ മസാലയൊക്കെ പെരട്ടി നല്ല സെറ്റാക്കണം. നല്ല പരല് മറ്റേ കൂരി എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവന്മാരെ അങ്ങോട്ട് ഫ്രൈ അടിക്കാം. കൈയൊക്കെ ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ. സിമ്പിൾ പരിപാടിയാണ്. മീൻ വറക്കുക എന്നൊക്കെ പറഞ്ഞ നിസ്സാരപ്പെട്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിടയ്ക്ക് മീനൊക്കെ വറുത്ത് കൊടുക്കണം. അമ്മച്ചിക്കൊക്കെ ഒരു റിലാക്സേഷൻ ആവും ഗീസ്. എല്ലാ വീട്ടിലെ ആമ്പിള്ളേരുടെ ശ്രദ്ധയ്ക്ക് ഞാനത് പറയുകയാണ്, അമ്മമാരെ ഇടയ്ക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യണം. അടുക്കളയിൽ നമ്മൾ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല, അതൊരു കാര്യം തന്നെയാണ്. സ്ത്രീകൾ എപ്പോഴും അടുക്കളയിൽ തന്നെ കിടക്കുക എന്ന് പറയുന്നത് ഞാൻ യോജിപ്പില്ല. നമ്മളെപ്പോഴും അവരെ ഹെൽപ്പ് മെൻറ്റാലിറ്റിയിലൂടെ കടന്നു പോകണം. അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നിട്ടൊരു മൂഡ് കയറാതെ. അപ്പോൾ ഇത് എല്ലാം കാണുന്ന ആൺപിള്ളേരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ അടുക്കള കയറണോടാ. നമ്മൾ അടുക്കള കയറി നമ്മളെ അമ്മച്ചിമാരെ നല്ലപോലെ സഹായിക്കണം. ചോറ് വെക്കാൻ തൊട്ട് കൂട്ടാൻ വെക്കാൻ വരെ എല്ലാം നമ്മൾ പഠിക്കണം. വേറെ ലെവലാണ് ഗീസ്. അവർക്കതൊരു കുറച്ച് നേരത്തേക്കൊരു ഇതാണ്, റിലാക്സേഷനാണ്. അപ്പോൾ ഗീസ് ഫസ്റ്റ് മീൽ ഫ്രൈഡ് 1 ആണ് കേട്ടോ. ഫ്രൈഡ് 1 രണ്ട് തുറന്നു കൊടുക്കുക.
ഒരെണ്ണം കൂടി കൊടുക്കാം. മൊത്തം 3 മീൻ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ അത് മാറ്റി പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് വറുത്ത് കോരി എടുക്കുന്നത്. വെളിച്ചെണ്ണ നമ്മൾ തൂവി കൊടുക്കാൻ നല്ലതായിരിക്കും. ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, ആയിക്കൊണ്ടിരിക്കുകയാണ്. പാവുന്നതായിരിക്കും. നല്ലപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം ഗൈസ്. അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം അങ്ങ് എടുത്തിട്ട് മറ്റേ ശരിയാക്കി. നെക്സ്റ്റ് വൺ ചെറുതായിട്ടുള്ള ടേസ്റ്റ് നോക്കണ്ടേ ഗീസ്? ഇതെങ്ങനെ കണ്ടൊന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല ഗീസ്. സ്വീറ്റ്സാണ് വേറുള്ളത്. ഇപ്പോൾ മഴ സമയം കൂടെ ആയതുകൊണ്ട് പരലൊക്കെ നോർമൽ വിലക്കൊക്കെ കിട്ടും. ഒരുപാട് മേടിച്ച് ഫ്രൈ ചെയ്യണം ഗീസ്. പിന്നെ ടേസ്റ്റ് എന്തായാലും അടിപൊളി. വേറെ ലെവലാ ഗീസ്. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എടുത്തേക്കാം. കറുത്തമാരെ കടച്ചേക്കാം. സവളൊക്കെ ഇരിക്കുന്നൊരു സ്നാക്സാണ് ഗൈസ്. സിമ്പിൾ പരിപാടിയാണ്. കരയാൻ പാടില്ല ആരും. കരഞ്ഞു കഴിഞ്ഞാൽ പോയി. കരഞ്ഞ വിഷയമാണ് ഗൈസ്. കരയരുത് രാമൻകുട്ടി, കരയരുത്. നീ എവിടെ പരിപാടി വർദ്ധിപ്പിച്ചാലും ചെയ്യുന്നുള്ളത് എൻ്റെ പേര്. സവാള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സാധനം നമ്മൾ എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ കരയത്തില്ല. ഈ സാധനം കണ്ടത്, ഇതിൻ്റെ ഈ സാധനം അത് നമ്മളിത് ഇങ്ങനെ പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കരയില്ല കേസ്. ഇങ്ങനെ കുനു 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 കുനാന്നരിക്കണം. ഇങ്ങനെ കുനു 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 കുനാന്ന്. സവളൊക്കെ അരിയുന്നൊരു രസമാണ് കേസ്. ഇത് അരിയുന്ന നമുക്ക് അരിയാൻ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നല്ല രസമല്ലേ ഇതൊക്കെ അരിയാൻ? വേറൊരു മൂടാണ്. സവള ഇങ്ങനെ വെതർ കിട്ടേക്കണം. വെറുതെ ഒന്നുമില്ല, മതി. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളതായിട്ടുണ്ട്. നല്ലതാണ് കേസ്. ഈ മഴ സമയത്ത് ഇങ്ങനെ കുറച്ച് പരല കരിമീനോ ഒക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വറുത്ത് നമ്മുടെ അമ്മച്ചിക്ക് അപ്പനൊക്കെ കൊടുക്കുക. എന്ത് സന്തോഷമാണ്. നമുക്കും കഴിക്കാൻ ഒരു സന്തോഷം, ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കുക, മാക്സിമം ഉണ്ടാക്കുക. ഈ നമ്മുടെ ഇവിടെ ആലപ്പുഴ തന്നെ ജില്ലയുള്ള എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളത്, നിസാര വിലക്ക് പരലൊക്കെ ഇപ്പോൾ നിസാര വിലക്ക് പുന്നോടലൊക്കെ വന്നു കഴിഞ്ഞാൽ ആവശ്യ സാധനം ഇപ്പോൾ വല വീശി കഴിഞ്ഞ് ഇഷ്ടം പോലെയാണ് കിട്ടുന്നത്. പുന്നോട വന്നാൽ മതി. പുന്നോട ഫിനിഷിംഗ് പോയിൻ്റോ പുന്നോടല വന്നിട്ട് നല്ല പരൽ കിട്ടുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരും. പുന്നോട ഞാനിപ്പോൾ പുന്നോടാന്ന് ഇത് എടുത്തോണ്ട് വന്നു. ഇത് ഏകദേശം ഇത് 1 കിലോയ്ക്ക് എടുത്തുണ്ട്. വെട്ടി തെളിച്ചൊക്കെ വന്നപ്പോൾ
ഒരു കിലോ മേടിച്ച്. 1 കിലോ അവന് അധികം വിലയൊന്നും എടുക്കത്തൊന്നുമില്ല. 200 രൂപയ്ക്ക് അടുത്തായുള്ളൂ എല്ലാം കൂടെ. ടോട്ടൽ 200 രൂപ മേടിച്ചുള്ളൂ. അതിലും കൂടുതൽ എടുക്കുന്നവരുണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോൾ 100 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ. 100 രൂപയ്ക്കൊക്കെ 150 രൂപയൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ അത് അവൻ അത്രയും കഷ്ടപ്പെടുന്ന ആയതുകൊണ്ട് നമ്മളത് ഉള്ള കളിക്കാൻ കൊടുക്കും. അപ്പോൾ ഗൈസ് ഏകദേശം സംഭവങ്ങൾ പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് വൈകിട്ടത്തേക്ക് ഇനി എടുക്കുന്നുള്ളൂ. അത് കാണിച്ചു തരാം. നല്ല പരലും ചോറുമായിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വണക്കം, വന്ദനം, നമസ്കാരം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരേക്കും നമസ്കാരം. ഓക്കെ.